വാഴ 2 ബയോപിക് ഓഫ് ബില്യൺ ബ്രോസ്. കിടിലൻ പടം. 234 കോടി രൂപ കളക്ട് ചെയ്തിട്ട് ഇപ്പം ഐ തിങ്ക് മലയാളത്തിലെ ടോപ്പിൽ നിൽക്കാൻ തോന്നുന്നുണ്ട്. ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ് ഇസ് ലോക ഓർ വാഴ 2 കംസ് ദ ഫസ്റ്റ് സ്പോട്ട്. എനിവേ പടം നല്ല കിടിലൻ മൂവിയാണ്. ഹാഷിർ അതുപോലെ തന്നെ അലൻ, ഈ രണ്ടുപേര്, പിന്നെ വിപിൻ ദാസ് എന്ന് പറയുന്ന ഒരു ഡയറക്ടറുടെ നല്ല അടിപൊളി ഡയറക്ഷൻ, എല്ലാം കൊണ്ടും ഒരു നല്ലൊരു സിനിമയാണ്. തിയേറ്ററിൽ പോയി കണ്ട് ആസ്വദിക്കാവുന്നൊരു സിനിമ തന്നെയായിരുന്നു. അപ്പോൾ ഇത്രയും, അതായത് ഒരു സിനിമ വിജയിക്കണമെങ്കിൽ വലിയൊരു സ്റ്റാർ കാസ്റ്റുകളോ വലിയ ടെക്നോളജിക്കൽ അഡ്വാൻസിങ് ആയിട്ടുള്ള കാര്യങ്ങളോ ഒന്നും വേണ്ട. ഐ തിങ്ക് ഇറ്റ്സ് എ ലോ ബഡ്ജറ്റ് മൂവി. കാരണം വലിയ താരനിരകളില്ല എന്നുള്ളത് തന്നെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ ചെറിയ സെറ്റിങ്സ് ആണ്. സ്കൂള്, അതിൽ കുറച്ച് കുട്ടികൾ, അവരുടെ കുറേ കാര്യങ്ങൾ, ഇറ്റ്സ് ഗുഡ്. അപ്പോൾ നമ്മളെ ഗൃഹാതുരത്തിലേക്ക് കൊണ്ടുപോകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിവേ സിനിമ കൊള്ളാം. പക്ഷേ ക്ലൈമാക്സിൽ അതിൻ്റെ ഒരു എൻഡിങ്, അങ്ങനത്തെ പോർഷൻസൊക്കെ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ലെങ്കിലും അതിൽ അവസാനം ഫൈറ്റ് സീനിൽ പ്രീവിയസ് വാഴ 1 ആളുകൾ എല്ലാവരും വന്ന് അത് ആ ഫൈറ്റ് സീനൊക്കെ കൊള്ളായിരുന്നു. ഈ സിനിമയിലെ ഏറ്റവും വലിയൊരു ഐ ഓപ്പണറായിട്ട് ഞാൻ കാണുന്നത് കാനഡയിലും അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലൊക്കെ UK പഠിക്കാൻ പോകുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ഇമിഗ്രേഷൻ എടുത്ത് വരുന്ന ആളുകൾ, ഇവരെല്ലാവരും സുഖലോലുപതയിൽ ആറാടുകയാണ് എന്നുള്ളൊരു തോട്ടാണ് നമ്മൾ മലയാളികൾക്ക് പൊതുവേ ഉള്ളത്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ, ആ ഒരു കോൺസെപ്റ്റിൽ അതിന് കുറേ ഐ ഓപ്പണറായിട്ടുണ്ടാവണം ഈ സിനിമ എന്ന് പറയുന്നത്. കാരണം ഇതിൽ കാണിക്കുന്ന അതേപോലെയുള്ള ദുരിതാവസ്ഥയൊന്നും ആവണമെന്നില്ല എല്ലാവരുടെയും കാര്യം. പക്ഷേ സ്റ്റിൽ UK പോകുന്ന അലൻ എന്ന് പറയുന്ന പയ്യൻ നേരിടുന്ന പ്രശ്നങ്ങൾ, അവർ രണ്ടുപേര് പോകുന്നുണ്ട്. അവർ നേരിടുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ പ്രാക്ടിക്കൽ ലൈഫ് സിറ്റുവേഷനിൽ സ്റ്റുഡൻസ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പഠിക്കാനൊക്കെ പോകുന്ന സമയത്ത് ഫേസ് ചെയ്യാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ എല്ലാവരുടെയും കാര്യം അങ്ങനെ അല്ലെങ്കിലും അല്ലെങ്കിൽ ഒരു 50% മുകളിൽ മോസ്റ്റ് മെജോറിറ്റിയും ചിലപ്പോൾ ഇതേപോലെയുള്ള അവസ്ഥകളിലൂടെയാവും കടന്നു പോകുന്നുണ്ടാവുക. ഇപ്പം ഞാൻ കാനഡയിലാണ്. കാനഡയിൽ സിറ്റുവേഷൻ ഈസ് ഗെറ്റിംഗ് വേഴ്സ് ഐ ഗെസ്. കാരണം ഇപ്പം പിള്ളേരുടെ ജോബൊക്കെ വളരെ കുറവാണ്, ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്. പാർട്ട് ടൈം ജോലിയൊക്കെ ചെയ്ത് ഒരു ഇൻകമൊക്കെ ഉണ്ടാക്കാം എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ പാടായിട്ട് വരികയാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ ചിലപ്പോൾ ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കാൻ സാധ്യതയുണ്ട് ഫോർ ദ നിയർ ഫ്യൂച്ചർ. അറ്റ്ലീസ്റ്റ് ഫോർ 3 to 5 years ഐ ബിലീവ് തിങ്സ് വിൽ ബി ഗോയിങ് ലൈക്ക് ദിസ്. അപ്പം എനിവേ ഇതുപോലൊരു സിനിമ സൃഷ്ടിച്ചെടുത്ത വിപിൻ ദാസ് ആൻഡ് ക്രൂ along with ഹാഷിർ ആൻഡ് അലൻ, അവരുടെ ആ ക്രൂ, എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേരുന്നു. And you guys come up with more of these kind of funny and thought-provoking movies. All the best. Bye.